Okay, thank you. നമുക്ക് ഈ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. മാക്സിമം ഇന്ന് അതിന്റെ പ്രിപ്പറേഷന്റെ ആ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഹാവ് പ്രാക്ടിക്കൽ സെഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട് ദി പ്രസന്റേഷൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഇതാണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ സെക്കൻഡ് പ്രൊസീജിയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൊസീജിയർ ടു പ്രിപ്പയർ സെർമൺ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ദിസ് ഇസ് എ ടോപ്പിക്. പ്രസംഗം എങ്ങനെ തയ്യാറിക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. നെക്സ്റ്റ്. ഓക്കെ, സ്റ്റെപ്പ് 1 നമ്മൾ വേദഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്ലൈഡ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. സ്റ്റഡിയിങ് ദി ടെക്സ്റ്റ് അല്ലെങ്കിൽ വേദഭാഗം പഠനം ചെയ്യുക എന്നുള്ള ഇതിൽ 3 കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ഒബ്സർവേഷൻ, അത് നിരീക്ഷണം. രണ്ടാമത് ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം. മൂന്നാമത് അപ്ലിക്കേഷൻ, ജീവിതത്തിൽ പ്രായോഗികമായി എങ്ങനെ ആക്കാം, ഈ വചനം എങ്ങനെ ആക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ ബൈപ്പാസ് ചെയ്യാൻ പറ്റുകയില്ല. ഈ സ്റ്റഡി ചെയ്ത് തന്നെ ആവണം. സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ വചനം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്ത ഒരു എക്സാമ്പിളിന്റെ ഒരു ഫോർമാറ്റ്. ഞാൻ ഒരു വാക്യം എനിക്ക് ഒരു പ്രാസംഗികർ പറഞ്ഞപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ സ്റ്റക്കായിരുന്ന ഒരു വാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തിമോത്തി 4:10. സോ ഈ ദേമ ആരാണ്, ഇയാളെ കുറിച്ച് എന്താ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻക്വിസിറ്റീവ് ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ ആ ഭാഗം എടുത്തിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഞാൻ ക്ലൂ തന്നിട്ടുണ്ട്. അതിൽ വേർബ്സ്, ഈ ആക്ഷൻ വേർഡ്സ് ഉണ്ട്, അത് ഞാൻ ഫോക്കസ് ചെയ്തു. അത് മാത്രമല്ല, ബാക്കിയുള്ള വേർഡ്സിന്റെ മീനിങ് എല്ലാം കൂടെ കളക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറെ ഡേറ്റ എനിക്ക് കിട്ടി, കുറെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. എന്താണ് ഈ ദേമ ആഗ്രഹിച്ചത്, ഓർ വാട്ട് ഇസ് ദേമാസ് ലവ്, എന്തുകൊണ്ട് അവന് അപ്പോസ്തലനെ വിട്ടു പോകാനുള്ള മനസ്സ് വന്നത്, ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറഞ്ഞാൽ എവിടാണ്. സോ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറെ കൂടെ ക്ലാരിറ്റി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു വേദഭാഗത്തിന്റെ ഒരു ഇമാജിനേഷൻ എൻ്റെ മൈൻഡിൽ ഫിക്സ് ആയി. എനിക്ക് തെസ്സലോനിക്ക എങ്ങനത്തെ ഒരു പട്ടണമാണെന്ന് എനിക്ക് മനസ്സിലായി. ദേമാസിന്റെ ലൈഫ് എങ്ങനത്തെ ഒരു ലൈഫ് ആയിരുന്നു, അപ്പോസ്തലൻ പൗലോസ് എവിടാണ് ഇരുന്നത്, ഏത് ഇമോഷനിലാണ് ഈ പുള്ളിക്കാരൻ ഈ വേഴ്സ് ഈ വേദഭാഗം എഴുതിയത്, ഇതൊക്കെ എനിക്ക് മനസ്സിലാകാൻ പറ്റി. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഈ സ്റ്റഡിങ്, ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് എൻ്റെ സെർമണിനുള്ള എൻ്റെ പ്രസംഗത്തിന്റെ എല്ലാ വിധമായ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി, സബ്സ്റ്റൻസ് കിട്ടി. ഇൻഫർമേഷനും ഞാൻ എന്താണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതെന്നുള്ള മെജോറിറ്റി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻഫർമേഷൻ റൈറ്റിംഗ് എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ബ്യൂട്ടി. ഈ എക്സ്പോസിറ്ററി സെർമൺ എടുക്കുമ്പം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. ഞാൻ ആ വാക്യം മാത്രമേ എടുത്തുള്ളൂ. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കണ്ടുപിടിച്ചു, ഒരു ഡിറ്റക്റ്റീവ് പോലെ. അന്നത്തെ കാലത്ത് അപ്പോസ്തലൻ പൗലിന്റെ മൈൻഡിൽ എന്താണ് ഇരുന്നത്, അത് എങ്ങനെ ആ പുള്ളിക്കാരൻ അത് റിഫ്ലക്ട് ചെയ്തതെന്നെല്ലാം എനിക്കിപ്പോ മനസ്സിലായി. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഇവിടെ ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത്. ഇത് നമ്മൾ ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ വേദഭാഗം നമ്മൾ കുറെ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മനസ്സിലാവും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം അല്ലെങ്കിൽ ഒരു ചിന്ത അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്,
it clearly identifies the dominant thought or the encompassing theme of the text. ഞാൻ ചൂസ് ചെയ്ത വേദഭാഗം എന്തായാലും ശരി, ഒരു വാക്യമായാലും ശരി, 3 വാക്യമോ ഒരു 4 വാക്യമോ 5 വാക്യമോ 10 വാക്യം, ഈ 10 വാക്യം എടുത്താലും ആ 10 വാക്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു തീമുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ചിന്ത ഉണ്ട്. അത് എന്താണ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഫൈൻഡിങ് ദ ഡോമിനന്റ് തോട്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്താണ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പ്. സോ നമുക്ക് ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബൈബിളിൽ തന്നിരിക്കുന്ന പാസേജസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എപ്പോഴും ഏതെങ്കിലും ഒരു തീമിന് റിലേറ്റഡ് ആയിരിക്കും ഇരിക്കുന്നത്. അതിൽ മൾട്ടിപ്പിൾ തീംസ് വരാനുള്ള സാധ്യത കുറവാണ്. ബിക്കോസ് നമ്മൾ തന്നെ ഒരു എഴുത്ത് എഴുതുവാണെങ്കിൽ ഒരു പാരഗ്രാഫ് വന്ന് ഇറ്റ് വിൽ ടോക്ക് ഓൺലി വൺ മാറ്റർ, ഒരു മാറ്റർ മാത്രമേ അതിൽ കാണുള്ളൂ. അതിൽ 4-5 മാറ്റർ ഒരുമിച്ച് നമ്മൾ എഴുതുന്ന നമുക്ക് സ്റ്റൈലേ ഇല്ല. സോ ദാറ്റ് ഇസ് വൺ ഐഡിയ. അപ്പം നമ്മൾ തന്നെ ഈ ഒരു ടെക്സ്റ്റ്, നമ്മൾ വേദഭാഗം എടുത്ത് ചൂസ് ചെയ്ത ടെക്സ്റ്റ് തന്നെ വൺ തീം, ഒരു ഡോമിനന്റ് ആയിട്ട് അതിങ്ങനെ വെളി വരുന്ന പോലെ നമുക്കറിയാം. ഇപ്പൊ ഞാൻ 5 വാക്യം എടുത്തിരുന്നെങ്കിൽ ഈ 5 വാക്യവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് എനിക്ക് കിട്ടുന്നത്. സോ ഇതൊരു ചെറിയ ഒരു എക്സസൈസ് ആണ്. ഇത് നമ്മൾ കുറെ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അത് ഫിക്സ് ആയി നിൽക്കും. So he is able to know for himself the major truths that he's അജയങ്കള് ഡിസ്കണക്റ്റഡ് ആയില്ലേ? ഞാൻ എന്റെ പറ്റിയതാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇയാള് പാർട്ടിസിപ്പന്റിൽ കാണുന്നില്ല, എനിക്ക് ഡിസ്കണക്ട് ആയിരുന്നു. സോറി, ഇത് ഡിസ്കണക്ട് ആയി. ഓക്കെ, നോ പ്രോബ്ലം. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല. ഒരു മിനിറ്റ് ഞാൻ ഷെയർ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ പോയിന്റ്, ഹി ഈസ് ഏബിൾ ടു നോ ഫോർ ഹിംസെൽഫ് ദ മേജർ ട്രൂത്ത് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഷെയർ ഇൻ ഹിസ് സെർമൺ. ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഞാൻ മേളിൽ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല്, ഇനി തൊട്ട് എന്റെ സെർമൺ എങ്ങനെ ഡയറക്ഷൻ എടുത്തിട്ട് പോകാൻ പോകുന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇവിടെ. ഈ തീം അല്ലെങ്കിൽ ഈ ഡോമിനന്റ് ആയിട്ടുള്ള ചിന്ത അത് എന്താണുള്ള ഓർ മേജർ ട്രൂത്ത് എന്താ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് ഈ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഇത് ബേസ് ചെയ്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐ വിൽ ഡെമോൺസ്ട്രേറ്റ്. ഞാൻ അത് ഒരു എക്സാമ്പിൾ കാണിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ in fact each sermon is the explanation of the single dominant thought that comes out of the text. ആ വേദഭാഗത്തിൽ നിന്ന് വെളി വരുന്ന ആ ഡോമിനന്റ്, അതിൽ പ്രധാനപ്പെട്ട ആ ചിന്തയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ വൺ തിങ്, ഞാൻ ലാസ്റ്റ് പോയിന്റ്, the dominant thought should only arise from the text. നമ്മുടെ വേദഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം ആ സബ്ജക്റ്റ് വെളി വരണ്ടേ. നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം സംസാരിക്കും, ദൈവത്തിന്റെ വചനം അത് നമുക്ക് റിവീൽ ചെയ്യും. നമ്മൾ സ്റ്റഡി ചെയ്താൽ മാത്രം മതി. സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, സോ ഇതിൽ നോക്കിയാണ് മലയാളത്തിൽ ഞാൻ ഇതൊരു മുഴുവൻ വേദഭാഗത്തിന്റെ കേന്ദ്രീയ ചിന്ത എന്താണ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു സ്റ്റെപ്പ് വരുമ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇപ്പൊ ആ പടത്തിൽ നോക്കിക്കഴിഞ്ഞാല് അതിൽ 4 ഡീറ്റെയിൽ ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഒരു 4 വേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 4 സെന്റൻസ് ആയിരിക്കാം. ഞാൻ പഠിച്ച ആ വേദഭാഗത്തിലെ ഒരു 4 പോയിന്റ്സ് അല്ലെങ്കിൽ സബ് പോയിന്റ്സോ എന്തായാലും ശരി. പക്ഷെ ആ പോയിന്റ്സ് എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ഒരു തീം ആയിരിക്കണം നമ്മുടെ തീം, ഡോമിനന്റ് തീം, ആ ചിന്ത. അത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ മുഴുവൻ താഴെ എന്താണ് മലയാളത്തിൽ ഇരിക്കുന്ന മുഴുവൻ ഭാഗവുമായി ബന്ധപ്പെട്ട വിഷയം. അതെ, മുഴുവൻ ഭാഗത്തോട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരിക്കണം ഈ ഡോമിനന്റ് തീം. സോ ഇതും
ഒരു എബിലിറ്റി നമുക്ക് കിട്ടണം. അത് നമ്മൾ ഈ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ നമ്മൾ സർമന്റെ പറ്റി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. സോ എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷെ സ്റ്റഡി ചെയ്താൽ മതി. മേജറായിട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ ആ പാസേജ് സ്റ്റഡി ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ ഡോമിനന്റ് ഈ പ്രധാനപ്പെട്ട ആ ചിന്ത വെളിയിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ മൈൻഡ് നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നമുക്കത് കിട്ടും. എങ്ങനെയെങ്കിലും ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ മെയിൻ തീം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഡെഫിനറ്റ് ആയിട്ട് പറ്റും. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്റെ മെസ്സേജിന് എങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകാൻ പോകുന്നു എന്നല്ല എല്ലാ കാര്യവും ഇനി തൊട്ട് അത് ക്ലാരിറ്റി വരും. സോ ഈ ഒരു സ്റ്റെപ്പും വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ടു ഫൈൻഡ് ദ ഡോമിനന്റ് തീം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ നോക്കിയാണ് ഈ വാക്യമാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതിന്റെ ഡോമിനന്റ് തോട്ട് എന്താണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡോമിനന്റ് തോട്ട്, ലവ് ഫോർ ദ വേൾഡ് ചേഞ്ച് ദ ലൈഫ് ഓഫ് ഡേമാസ്. ഈ ക്യാരക്ടർ ഡേമാസിന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പോ ആ വാക്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ എന്താ ഇട്ടിരിക്കുന്നത്? ദേമാസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ലോകത്തോടുള്ള സ്നേഹം. ഓക്കെ, സോ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഡോമിനന്റ് തോട്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തോട് ഞാൻ കണക്ട് ചെയ്താലും എനിക്ക് മേജറായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ദേമാസ് എന്നുള്ള പുള്ളിക്കാരന് ഈ ലോകത്തോട് എന്താ പറയുന്നത്, സ്നേഹം വെച്ചോ? ഈ ലോകത്തോടുള്ള സ്നേഹം, സ്നേഹം കാണിച്ചുകൊണ്ട് വന്ന ഒരു മാറ്റമാണ് നമ്മൾ ഈ വാക്യത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇപ്പൊ നോക്കുകയാണെ ദ ബ്യൂട്ടി, ഈ എക്സ്പോസിറ്ററി സെർമന്റെ ബ്യൂട്ടി നോക്ക്. എനിക്ക് സ്റ്റഡി ചെയ്തപ്പം എനിക്ക് സെർമന്റെ കണ്ടന്റ് അല്ലെങ്കിൽ സെർമൻ എന്തൊക്കെയാ, എന്റെ പ്രസംഗത്തിൽ എന്തൊക്കെയാ വരണ്ടേന്നുള്ള കാര്യമെല്ലാം എനിക്ക് കിട്ടി. അത് ഞാൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് നോക്കി, ഇപ്പൊ എനിക്കൊരു ഡയറക്ഷൻ കിട്ടുന്നു. എനിക്കൊരു ഡയറക്ഷൻ എന്ന് വെച്ചാല് ഞാൻ എന്താണ് ആ മെയിൻ തീം, ഞാൻ പഠിച്ച ആ ഭാഗത്തിന്റെ മെയിൻ തീം എന്താണെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോ ഐ ആം ഗെറ്റിംഗ് എ സ്മോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഡയറക്ഷൻ. ഞാൻ എങ്ങനെയാണ് ഈ സെർമൺ ഞാൻ കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നൗ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഇവിടാണ് ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചത് തീമാണ്, സ്റ്റഡി ചെയ്തു, തീം കണ്ടുപിടിച്ചു. പക്ഷെ ഇത് ഞാനിപ്പോ എന്റെ പർപ്പസ് എന്താണ്, ഞാനിപ്പോ ഈ പ്രസംഗം ചെയ്യേണ്ടത് നോക്കാൻ എന്താണ്, മലയാളത്തിൽ ഞാൻ എന്താ ഇട്ടിരിക്കുന്നത്, പ്രസംഗത്തിന്റെ ഉദ്ദേശ്യം ഇല്ലേ? പ്രസംഗത്തിന്റെ ഉദ്ദേശ്യം തീരുമാനത്തിങ്കൽ. ഓക്കെ, സോ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. എനിക്ക് സ്റ്റഡി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിന് മേജർ തീം എനിക്ക് മനസ്സിലായി. എന്റെ തീം എന്ന് വെച്ചാല് ഈ ദേമാസി ഈ ലോകത്തോട് പ്രിയം വെച്ചോണ്ട് എന്താ പറ്റി, അവന്റെ ലൈഫെ മാറിപ്പോയി. സോ നൗ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ എനിക്ക് ഒരു നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം, ഓക്കെ, ഞാൻ ഈ പ്രസംഗത്തിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, വാട്ട് ഇസ് ദ പർപ്പസ്, എന്താ ഉദ്ദേശം, എന്ത് ഉദ്ദേശത്തിലാണ് ഞാൻ അവിടെ പോയി നിന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പാണ് ഈ പേർപ്പസ്. ദ പേർപ്പസ് മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദ ബിബ്ലിക്കൽ പേർപ്പസ്. നമ്മൾ വേദഭാഗം അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആയിരിക്കണം നമ്മുടെ പർപ്പസും. ഓക്കെ, സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മുടെ പർപ്പസ് വേറെയും ബൈബിളിന്റെ മൊത്തമായ ഒരു ആശയത്തിന്റെ പർപ്പസും വേറെ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അത് നമ്മുടെ മൈൻഡ്, നമ്മൾ ചിലപ്പോൾ മൈൻഡ് യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ നമ്മുടെ ചിന്ത അതിനകത്ത് ഫിക്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ദ പേർപ്പസ് മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ബിബ്ലിക്കൽ പേർപ്പസ്. വേദഭാഗത്തിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ തീമോടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആയിരിക്കണം എന്റെ പർപ്പസും. ഓക്കെ, സോ therefore the preacher must figure out why a particular text was included in the Bible. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു വേദഭാഗം ഇവിടെ തന്നിരിക്കുന്നത്?
ദൈവം ഇവിടെ ഈ സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു വാക്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്? ആൻഡ് വിത്ത് ദിസ് ഇൻ മൈൻഡ് ഡിസൈഡ് വാട്ട് ഗോഡ് ഡിസൈർസ് ടു അക്കംപ്ലിഷ് ത്രൂ ദ സെർമൺ ഇൻ ഹിസ് ഹിയറേഴ്സ്. അപ്പൊ അതിന്റെ പർപ്പസ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാല് എനിക്ക് പറയാൻ പറ്റും, ഓക്കെ, ഇതാണ് ഞാൻ എന്റെ ഓഡിയൻസിന് ഞാൻ പറയേണ്ട സെർമൺ. സോ ദാറ്റ് ഇസ് വേർ വി അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വൈ ഹി ഈസ് ഗിവൻ മീ ദിസ് വേഴ്സ്, എന്തുകൊണ്ടാണ് ഈ വാക്യം എനിക്ക് തന്നിരിക്കുന്നത്? അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം, ഓ ശരി, അപ്പൊ ദൈവം എന്നെ കൊണ്ട് വിചാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു സത്യം എന്റെ ഓഡിയൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആ കാര്യം ക്ലിയർ ആവും. So we find the purpose of this sermon by asking and answering the following question. On the basis of the dominant thought of the text, what does God want my people to understand and obey? ഞാൻ ആ പ്രധാനപ്പെട്ട ചിന്ത ഞാൻ കണ്ടുപിടിച്ചു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ദൈവം ഈ ജനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഓഡിയൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, അവരെന്താണ് അവർ മനസ്സിലാക്കാൻ പോകുന്നത്, അത് എന്താണ് കീഴ്പ്പെടാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. സോ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ we will get to understand what the purpose is. ഞാൻ ഈ മലയാളത്തിൽ താഴെ എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കാവോ? വാചകത്തിന്റെ ആധിപത്യ ചിന്തയുടെ അടിസ്ഥാനത്തിൽ എന്റെ പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഓർ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ ഒരു പാസേജ് ഞാൻ കണ്ടുപിടിച്ചു. ആ പാസേജിന്റെ ഡോമിനന്റ് തീം അല്ലെങ്കിൽ മെയിൻ പ്രധാനപ്പെട്ട തീം ചിന്ത ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഓഡിയൻസിന് അവരെന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, അവരെന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ, പർപ്പസ് ക്ലിയർ ആവും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ എന്റെ എക്സാമ്പിളോട്ട് നമ്മൾ തിരിച്ചു വരിക. ഈ വാക്യത്തെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടുപിടിച്ച അത് മെയിൻ അല്ലെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് വെച്ചാൽ ദേമാസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ലോകത്തോടുള്ള സ്നേഹം. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച തീം. ഇപ്പൊ ഉടനെ എന്റെ മനസ്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, അയ്യോ, ഇങ്ങനത്തെ ഒരു സ്നേഹം എന്റെ ലൈഫും മാറ്റാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ മലയാളത്തിൽ എങ്ങനെ പറ്റും? ലോകത്തോടുള്ള അത്തരം സ്നേഹം, ലോകത്തോടുള്ള അത്തരം സ്നേഹം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പൊ നോക്കിക്കോണേ, ഞാൻ സ്റ്റഡി ചെയ്യുമ്പം ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ദേമാസിന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എന്റെ ലൈഫിലും ഇങ്ങനെ സംഭവിക്കാമല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ മൈൻഡിലും വരുന്നു. അപ്പൊ ഇത് ഒരു ക്ലൂ ആണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ദൈവം എന്താണ് സംസാരിക്കുന്നത് അത് തന്നെയായിരിക്കും പർപ്പസുമായിട്ട് മാറുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് ആയിട്ട്. നോക്കിക്കോണേ, ഇപ്പൊ എന്റെ പർപ്പസ് ഇങ്ങനെ മാറിപ്പോയി. നേരത്തെ എന്റെ പ്ലീസ് ഗോ ബാക്ക്. ഓക്കെ, നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡോമിനന്റ് തീം എന്താന്ന് വെച്ചാൽ ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ച് ദ ലൈഫ് ഓഫ് ഡേമാസ്. ഓക്കെ, അത് ആ ക്യാരക്ടറിന് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ദി ഡോമിനന്റ് തീം. ഇപ്പൊ നോക്കിക്കോണേ, ഇത് ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് ഞാൻ മാറ്റിയെടുത്തു. ലവ് ഫോർ ദ വേൾഡ് ചേഞ്ചസ് ദ ലൈഫ് ഓഫ് ബിലീവേഴ്സ്. അപ്പൊ ബിലീവേഴ്സ് എന്ന് പറയുമ്പോൾ ആരായാലും ഏത് ആൾക്കാരും അതിനകത്ത് പെടും. അത് ഞാനായിരിക്കാം, എൻ്റെ സഭയിലുള്ള വിശ്വാസികളായിരിക്കാം, ആരായാലും ഇരിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പർപ്പസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് സോൾവ്ഡ്. അപ്പൊ ഞാനിപ്പോ മലയാളത്തിൽ എങ്ങനെ, ലോകത്തോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദി പർപ്പസ്. അപ്പൊ ഇങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാല് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ്. ഇതാണ് ഇപ്പൊ എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു പർപ്പസ് ആയിട്ട് മാറിയിരിക്കുന്നത്. പഠിച്ചപ്പോ എന്താ എനിക്ക് കിട്ടിയത്? ദേമാസിന്റെ ലൈഫിൽ എന്താ നടന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അത് എൻ്റെ ലൈഫിലോട്ട് ഞാൻ ചോദിച്ചപ്പോ, അയ്യോ, എനിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നു. അപ്പൊ ഞാൻ പർപ്പസ് ആയിട്ട് മാറ്റുമ്പോ എന്താ, എൻ്റെ ബിലീവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസിന്റെ
മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ പർപ്പസ് ചെയ്യുന്നത്. ലവ് ഫോർ ദ വേൾഡ് വിൽ ചേഞ്ച് ദ ലൈഫ് ഓഫ് ബിലീവേഴ്സ് ഓൾസോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു മെസ്സേജിന്റെ സെർമനും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, അഗെയിൻ ഇതൊരു ഡയറക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള ഇച്ചിരി കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടി. എനിക്ക് ആദ്യം ജനറൽ ഒരു തീമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ടോപ്പിക്, അല്ലെങ്കിൽ ഒരു ചിന്ത കിട്ടിയത്. പക്ഷെ ഇതിപ്പം ഞാൻ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ ബിലീവേഴ്സിന്റെ ലൈഫും ചേഞ്ച് ആകും. ചിലപ്പം ഇങ്ങനത്തെ ഒരു ലോകത്തോട് സ്നേഹം വെച്ചാൽ അവരുടെ ലൈഫും ചേഞ്ച് ആകും എന്നുള്ള ഒരു വാർണിംഗ് എനിക്ക് ഈ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് അത് ഇപ്പൊ എൻ്റെ സർമന്റെ പർപ്പസ് ആയിട്ട് മാറിപ്പോയി. So this is how we find step number 4, deciding the purpose of the sermon. So ഇതെല്ലാം നോക്കിയോണെ എല്ലാം റിലേറ്റഡ് ആ. ഞാൻ ടെക്സ്റ്റ് ചൂസ് ചെയ്തു, അത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോമിനന്റ് തീം, അതിന്റെ മെയിൻ പ്രധാനപ്പെട്ട ചിന്ത എനിക്ക് കിട്ടി. പ്രധാനപ്പെട്ട ചിന്ത കിട്ടിയപ്പം തന്നെ എൻ്റെ ലൈഫിലോട്ട് ദൈവം സംസാരിക്കുന്നു. ആ സംസാരിച്ച കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എനിക്ക് ഈ പർപ്പസും ക്ലിയർ ആയി കിട്ടി. So this is how the progress of ഒരു sermon preparation start ആവുന്നത്, from the beginning till the end. Okay, now next slide. ഓക്കെ, ഇപ്പൊ നോക്കുകയാണെ എക്സ്പോസിറ്ററി സെർമന്റെ ബ്യൂട്ടി ഇതാണ്. എനിക്ക് സബ്സ്റ്റൻസ് കിട്ടി, സെർമന്റെ കണ്ടന്റ് എനിക്ക് കിട്ടി, എനിക്ക് അതിന്റെ പ്രധാന ചിന്ത എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഒരു ഡയറക്ഷൻ കിട്ടി. ഓക്കെ, ഞാൻ ഈ കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പർപ്പസ് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഫോക്കസ് ആയി. ഓക്കെ, ഞാൻ ബിലീവേഴ്സിന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തോട് സ്നേഹം വെച്ചാൽ എൻ്റെ ജീവിതവും മാറ്റി മറിയാനുള്ള ചാൻസസ് ഉണ്ട്. അത് എനിക്ക് ഫോക്കസ് ആയിട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സ്റ്റെപ്പ് 5. ഈ സ്റ്റെപ്പ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇപ്പം മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർമന്റെ കാര്യം എനിക്ക് ഫിക്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ചും കൂടി ബ്യൂട്ടിഫിക്കേഷൻ എന്താ പറയുന്നത്, കുറച്ചും കൂടെ സ്ട്രക്ചറായിട്ട് ഞാൻ ചെയ്യണം ഈ സർമൻ. ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഔട്ട്ലൈനിങ് ദ സർമൻ. മലയാളത്തിൽ ഞാൻ എന്താ എഴുതിയ എനിക്ക് ഒരു പിടിയില്ല. എന്താണ് അത്? പ്രസംഗത്തിന്റെ രൂപരേഖ തയ്യാറാക്കൽ. ഓക്കെ, രൂപരേഖ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇതെല്ലാം ഗൂഗിളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഈ രൂപരേഖ ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ പ്രസംഗത്തിന് ഒരു സ്ട്രക്ചർ കിട്ടും, ഒരു ഫോർമാറ്റ് എനിക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഈ ഔട്ട്ലൈൻ, ഈ രൂപരേഖ ചെയ്യുന്നതിന്റെ ബ്യൂട്ടി. ഇത് എനിക്ക് സ്ട്രക്ചർ മാത്രമല്ല, എനിക്ക് ഒരു ഓർഡർ കിട്ടും, യൂണിറ്റി കിട്ടും, പ്രോഗ്രസും കിട്ടും. ഓർഡർ എന്ന് വെച്ചാൽ എങ്ങനെയാ പറയുന്നത് മലയാളത്തില്? ക്രമമാ. ഓക്കെ, അപ്പൊ യൂണിറ്റി ഏകചിന്ത. ഓക്കെ, അടുത്തത് പ്രോഗ്രസ്, അതിന്റെ പുരോഗതി. പുരോഗതി. ഓക്കെ, നോക്കണേ. അപ്പൊ ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാ എനിക്ക് എൻ്റെ ഒരു ബെനിഫിറ്റ്. എനിക്ക് ഒരു ഓർഡർ കിട്ടും, അത് ഞാൻ പറയാൻ പോകുന്ന ചിന്തകൾ എല്ലാം കൂടെ ഒരു യൂണിഫൈഡ് ആയിട്ട് കോർത്തിട്ട് എനിക്ക് അത് എങ്ങും ഡീവിയേറ്റ് ആകാതെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. അത് മാത്രമല്ല പ്രോഗ്രസ് ചെയ്യാനും പറ്റും. ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവാം, ആ ചിന്തയിൽ നിന്ന് എങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് പോവാം, എനിക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേ എനിക്ക് പോകാൻ പറ്റും. അവിടെ തന്നെ ഇരിക്കാതെ തന്നെ എനിക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്ന സ്റ്റേജ്, രൂപരേഖ എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പൊ എനിക്ക് ഒരു സ്ട്രക്ചർ കിട്ടും. ഇതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ചില അഡ്വാൻറ്റേജസ് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ക്ലാരിഫൈസ് ഇൻ ദ സ്പീക്കേഴ്സ് ഐ. ഇതിന്റെ ഔട്ട്ലൈൻ, രൂപരേഖ അല്ലെങ്കിൽ ഔട്ട്ലൈൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഔട്ട്ലൈൻ വായിക്കുന്ന എന്റെ മൈൻഡിൽ ഫിക്സ് ആയി, ഓക്കെ, അടുത്തത് ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. ബിക്കോസ് ഞാൻ ഇത്രയും നാൾ ഞാൻ ഇരുന്ന് സ്റ്റഡി ചെയ്ത ഒരു പാസേജ് ആണ്. ആ സ്റ്റഡി ചെയ്ത പാസേജിന്റെ കണ്ടന്റ്, അതിന്റെ ആശയം എനിക്ക് ഫുള്ള് തറവായി. പക്ഷെ എനിക്കൊന്ന് ഓർഡറിൽ പോകണം. ആ ഓർഡറിൽ പോകണമെങ്കിൽ എനിക്ക് ഈ ഔട്ട്ലൈൻ വേണം.
അപ്പൊ ഈ ഔട്ട്ലൈൻ ഉള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും, ഒരു ക്ലാരിഫിക്കേഷൻ തരും. ഞാനത് ആ പോയിന്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കാര്യമായി ഞാൻ ഇവിടെ സംസാരിക്കേണ്ടത് ആദ്യമായിട്ട്, ഈ കാര്യമാണ് ഞാൻ അടുത്തായിട്ട് സംസാരിക്കേണ്ടത്, ഓക്കെ വേറെ ഒരു കാര്യമാണ് ഞാൻ മൂന്നാമതായിട്ട് സംസാരിക്കേണ്ടത്. സോ ഇറ്റ് മീൻസ് ക്ലാരിഫിക്കേഷൻ. മാത്രമല്ല ദ സ്പീക്കർ ഇസ് ഏബിൾ ടു വ്യൂ ഹിസ് സെർമൺ ആസ് എ ഹോൾ ആൻഡ് therefore is able to appreciate the unity. ഇത് ഞാൻ എല്ലാം കൂടെ ഞാൻ എഴുതി വെച്ചിരുന്നെങ്കിൽ, ഈ എല്ലാം പോയിന്റ് എഴുതി വെച്ചിരുന്നെ, ഇതെല്ലാം കൂടെ എങ്ങനെ ഇത് ഒരേ സബ്ജക്റ്റ് ആണല്ലോ എന്നുള്ള ആ ഒരു അപ്രീസിയേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വേറെ കാര്യത്തിലോട്ട് ജമ്പ് ചെയ്യുന്നില്ല. ഒരേ കാര്യത്തിന്റെ തോട്ടാണ് ഞാൻ പ്രോഗ്രസീവ് ആയിട്ട് ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നത്. സോ ഐ എം ഏബിൾ ടു അപ്രീഷിയേറ്റ് ദി യൂണിറ്റി. അപ്പൊ എനിക്ക് യുണൈറ്റഡ് ആയിട്ട് എന്റെ ചിന്ത കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മൂന്നാമത് ദി ഔട്ട്ലൈൻ ക്രിസ്റ്റലൈസസ് ദി ഓർഡർ ഓഫ് ഐഡിയാസ്. ഞാൻ പറയാൻ പോകുന്ന ഐഡിയാസ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്റെ മൈൻഡിൽ ഫിക്സ് ആവും. ഇറ്റ് വിൽ ഹെൽപ്പ് ദി ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദ സീക്വൻസ്. ഈ ഓർഡർ നമ്മൾ മൈൻഡിൽ, അല്ലെങ്കിൽ ഈ ഒരു രൂപരേഖ നമ്മുടെ പ്രസംഗത്തിൽ ഉണ്ടെങ്കിൽ ഓഡിയൻസും മനസ്സിലാക്കി വെക്കാനുള്ള ഒരു എബിലിറ്റി അവർക്കും കിട്ടും. അവർക്കും ക്ലീൻ ആയിട്ട് മെസ്സേജ് കഴിഞ്ഞ ഉടനെ ബ്രദർ എന്താ സംസാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബ്രദർ ആദ്യം ഇതാണ് പറഞ്ഞത്, രണ്ടാമത് ഇതാണ് പറഞ്ഞത്, മൂന്നാമത് ഇതാണ് പറയാന്നുള്ള അവർ റീകോൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്രിസ്റ്റലൈസ് ഇൻ ദി മൈൻഡ് ഓഫ് ദി ഓഡിയൻസ് ഓൾസോ. എന്റെ മൈൻഡിലും അത് ക്ലിയർ ആവും, ഓഡിയൻസിന്റെ മൈൻഡിലും അത് ക്ലിയർ ആവും. സോ ഇത് ഒരു വേറൊരു അഡ്വാൻറ്റേജ്. ഫോർത്ത്, finally the outline helps the preacher to recognize the places where he needs to develop his point. ചില സമയത്ത് ഈ പോയിന്റ്സ് കണ്ട ഉടനെ എനിക്കറിയാം, ഓക്കെ ഇത് ഒരു ടഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം എന്റെ മൈൻഡിൽ ഫിക്സ് ആവും. സോ ബേസിക്കലി ഇത് പ്രസംഗത്തിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവരും. സ്ട്രക്ചർ മാത്രമല്ല, പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ആ ഔട്ട്ലൈൻ കാണുമ്പോൾ തന്നെ എന്റെ മൈൻഡിലുള്ള ആ ചിന്തകളെല്ലാം എങ്ങനെ ഓർഡറിൽ കൊണ്ടുവരാം, അത് ഒരു യൂണിറ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവരാൻ പറ്റും, അത് ഞാൻ പ്രോഗ്രസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറ്റും. എല്ലാ വിധത്തിലും എനിക്ക് ഒരു അഡ്വാൻറ്റേജ് തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റെപ്പ്, രൂപരേഖ അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇത് എല്ലാവർക്കും ചിലപ്പം ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അത് കുറച്ച് ടഫ് ആയിട്ടിരിക്കാം. ടഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഓക്കെ ഞാൻ ആ എക്സാമ്പിളോട്ട് ഞാൻ വരാം. ബേസിക് ആയിട്ട് ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ മൂന്ന് പോയിന്റ് കാണണം. നമ്മുടെ സെർമണിൽ, നമ്മുടെ പ്രസംഗത്തിൽ മൂന്ന് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കാണും. ഒന്ന് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത് ബോഡി, മൂന്നാമത് കൺക്ലൂഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ആ പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടുക. ഓഡിയൻസിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഇൻട്രൊഡക്ഷൻ. രണ്ടാമത് ബോഡി എന്ന് പറയുന്നത് ഈ ചിന്തയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യം അത് ഞാൻ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ രണ്ടാമത്തെ സ്റ്റേജ്, ബോഡി. മൂന്നാമത് കൺക്ലൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ചിന്ത അത് ഫോക്കസ് ചെയ്ത് അത് ഏത് ഞാൻ അതിന്റെ പ്രസംഗത്തെ എൻഡ് ചെയ്യുന്നതോ അതാണ് ഈ കൺക്ലൂഷൻ. സോ നോക്കുക, എല്ലാം റിലേറ്റഡ് ആയിട്ട് പ്രോസസ്, നമ്മുടെ പ്രൊസീജിയറിൽ നോക്കുമ്പോൾ കഴിഞ്ഞാൽ എല്ലാം റിലേറ്റഡ്. ഡോമിനന്റ് തോട്ടാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, പ്രധാനപ്പെട്ട ചിന്തയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ബോഡി ആയിട്ട് കൊടുക്കുന്നത്. ഡോമിനന്റ് തോട്ടിന്റെ ഫൈനൽ തോട്ട്സ് ആണ് നമ്മൾ കൺക്ലൂഷൻ ആയിട്ടും കൊടുക്കുന്നത്. സോ this is the basic structure: introduction, body, conclusion. The sermon outline is based on the dominant thought and should highlight the same. ഇത് ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട ചിന്ത എന്താണ് നമ്മൾ കണ്ടുപിടിച്ചതോ അത് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അത് വന്നുകൊണ്ടേയിരിക്കണം. ബിക്കോസ് എന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്റെ വേദഭാഗത്തിന്റെ കംപ്ലീറ്റ് ഫോക്കസ് അതാണ്, ആ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ആ സബ്ജക്ട് ഞാൻ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് ചെയ്യുന്നവരെ അതിന്റെ എംഫസിസ്, അത് എവിടൊക്കെ ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യണോ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആകണം. സോ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഗിവ് യു എൻ എക്സാമ്പിൾ. എന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിച്ച്. ഓക്കെ, ഇതാണ് എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട ചിന്ത മറ്റും എന്റെ പർപ്പസ്. ഈ ഗ്രീൻ കളർ കാണുന്നത് പ്രധാനപ്പെട്ട ചിന്ത, രണ്ടാമത് പർപ്പസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ എന്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കേണ്ടത്.
ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഔട്ട്ലൈൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് ചെറിയ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആർക്കെങ്കിലും ഇപ്പം ജസ്റ്റ് ഒരു 1 മിനിറ്റിൽ ഇത് ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഔട്ട്ലൈൻ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആ 3 നീല കളറുള്ള വേർഡ്സ് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്താ ഞാൻ എന്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്റെ ഔട്ട്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. Anybody wants to try? Okay, maybe next slide കാണിച്ച് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റും ചോദ്യം? ചോദ്യം എന്ന് വെച്ചാല് ഇപ്പം ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന എന്റെ പ്രധാനപ്പെട്ട ചിന്തയാണ്. ഈ ഓൾമോസ്റ്റ് മെറൂൺ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്റെ പർപ്പസ് ആണ്, എന്റെ മെസ്സേജിന്റെ പർപ്പസ് ആണ്. ഇത് ബേസ് ചെയ്ത് എങ്ങനെ എനിക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം? എന്റെ മെസ്സേജിന് ഇപ്പൊ എനിക്ക് ഔട്ട്ലൈൻ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കാം? അതിനൊരു ക്ലൂ ഉണ്ട്. 3 നീല കളർ വേർഡ്സ് ഉണ്ടല്ലോ, സ്നേഹിച്ചു, വിട്ട്, പോയി. ഈ 3 വേർഡ്സും ബേസ് ചെയ്ത് എനിക്ക് ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുക. 3 actions, 3 actions what Demas did. Okay, അതിന് അടിസ്ഥാനത്തിൽ can you make 3 outlines? 3 acts of Demas which made him to love the world. Okay, which so changes you give his me the life. 3. You give me all the 3. The love for the world, love for the world. Next is the എന്ന് പറയുമ്പോൾ not separation, right? Backsliding. Okay. It's literally ഇത് കുറച്ച് ടഫ്, ബിക്കോസ് കുറെ ചിന്തിക്കണം. അത് കുറെ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഈസിലി ഗെറ്റ് ഇറ്റ്. Okay, we are running short of time, so I'll just quickly എന്റെ ഔട്ട്ലൈൻ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഈ 3 കാര്യമാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ബേസിക് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇതിൽ വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, എന്റെ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ അഫെക്ഷൻ, അസോസിയേഷൻ, അട്രാക്ഷൻ, ഇത് എന്താ സ്പെഷ്യാലിറ്റി? ഞാൻ ചൂസ് ചെയ്ത വേർഡ്സിന് എന്താ സ്പെഷ്യാലിറ്റി? It's all unity is there. Okay, unity there. Okay, I made sure that everything starts with A. Okay. Yep. A എന്നുള്ള ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ടു ഹെൽപ്പ് ദി ഓഡിയൻസ്. ഈ ഓഡിയൻസിന്റെ മൈൻഡിലും ഇത് രജിസ്റ്റർ ആവണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിംപ്ലിഫൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഐ വോണ്ട് ടു ടേക്ക് നോട്ടീസ്. നോക്കിക്കോണേ, ഞാൻ എന്റെ ഡോമിനന്റ് തീം ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ച് ദ ലൈഫ് ഓഫ് ഡേമാസ് എന്നായിട്ടിരിക്കുന്നത്. അതാ ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ എന്റെ പർപ്പസ് എന്താണ്? ലവ് ഫോർ ദ വേൾഡ് ചേഞ്ചസ് ദി ലൈഫ് ഓഫ് ബിലീവേഴ്സ്. അത് എന്റെ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് ഞാൻ മാറ്റിയെടുത്തു. ഇതാണ് എന്റെ ഫോക്കസ്, എന്റെ സെർമന്റെ ഫോക്കസ്. അപ്പം ഇതിനകത്ത് ഞാൻ കാണുമ്പം 3 ഡിഫറെന്റ് തിങ്സ് ഐ എം ഏബിൾ ടു സീ. 3 കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ് ദി അഫെക്ഷൻസ്. രണ്ടാമത്, ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ് ദി അസോസിയേഷൻ. മൂന്നാമത്, ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ് ദി അട്രാക്ഷൻ. ഈ 3 ഔട്ട്ലൈനിൽ എന്തെങ്കിലും ഒരു സ്ട്രേഞ്ച് ആയിട്ട് കാണുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് വെരി സിഗ്നിഫിക്കന്റ് യു കൻ നോട്ടീസ്?
It is the dominant thought is there, the love for the world. That is exactly. ഇപ്പൊ നോക്കണേ, ആ ഡോമിനന്റ് തോട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാ പോയിന്റിലും ഞാൻ കൊണ്ടുവന്നു. ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ്, ദ ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ്, ദ ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ്. ഇത് ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ ഇത് സംസാരിക്കും എന്റെ മെസ്സേജിൽ. സോ മെസ്സേജ് കഴിയുമ്പം എന്റെ ഓഡിയൻസിന്റെ മൈൻഡിൽ എന്തായിരിക്കും? ലവ് ഫോർ ദ വേൾഡ് ദാറ്റ് ചേഞ്ചസ്. ആ ഒരു കാര്യം, ആ ഒരു തോട്ട് വിൽ ഡെഫിനറ്റ്ലി റിമെയിൻ ഇൻ ദ മൈൻഡ് ഓഫ് ദി ബിലീവർ. സോ നമ്മുടെ മെസ്സേജ് കൊടുക്കുമ്പം നമ്മുടെ ആ ഡോമിനന്റ് തോട്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് അനുസരിച്ച് അവിടെ നിന്ന് തുടങ്ങി ബോഡിയിലോട്ട് വന്ന്, ബോഡിയിലാണ് ഈ 3 പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ ഞാൻ അഗെയിൻ ഐ വിൽ ബ്രിങ് ദി ഡോമിനന്റ് തോട്ട്. സോ ഇതില് അഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്നേഹിച്ചു, he has affection on something else. അസോസിയേഷൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇപ്പം പൗളോടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു ആഗ്രഹം ഇല്ല പുള്ളിക്കാരന്. ഇപ്പം ഉള്ളത് എന്താ? അട്രാക്ഷൻ ആണ്. ലോകത്തോടുള്ള അട്രാക്ഷൻ ആയതുകൊണ്ട് ഇപ്പം പുള്ളിക്കാരൻ പോയി. സോ ഐ ക്യാൻ കണക്ട് ഓൾ ദീസ് തിങ്സ് അക്കോർഡിംഗ്ലി ആൻഡ് ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് ദി മെസ്സേജ് അക്കോർഡിംഗ്ലി. അപ്പം ആദ്യം പുള്ളിക്കാരന്റെ ലൈഫിൽ വന്നത് ചേഞ്ച് ഇൻ ദി അഫെക്ഷൻസ്. അഫെക്ഷനിൽ കുറവ് കാണുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? വാത്സല്യം എന്നാണ് ഇട്ടിരിക്കുന്നത്. വാത്സല്യം. ഓക്കെ. രണ്ടാമത് അസോസിയേഷൻ, ബന്ധങ്ങൾ എന്നാണത്. ബന്ധങ്ങൾ. ഓക്കെ. മൂന്നാമത് ആകർഷണങ്ങൾ. Okay, so you can see that there is on progression also. Progression or പുരോഗതി നമുക്ക് ഇതിന് കാണാം. നേരത്തെ ഇരുന്ന ആ അഫെക്ഷൻ കുറഞ്ഞു പോയി, അസോസിയേഷൻ വിട്ടുപോയി, അട്രാക്ഷൻ കൂടിപ്പോയി. ഓക്കെ, അട്രാക്ഷൻ വേറെ ഒരു ഡയറക്ഷനിലോട്ട് കൊണ്ടുപോയി. സോ ഐ ക്യാൻ definitely bring about a progression in the life of Demas. ദേമാസിന്റെ ലൈഫിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ട് നടന്ന ഒരു കാര്യം ഞാൻ ഇവിടെ എനിക്ക് പറയാൻ പറ്റും. സോ ഇതിൽ കാണേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഒരു അഗെയിൻ ഞാൻ 3 വേർബ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഡോമിനന്റ് തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ആദ്യം തൊട്ട് എൻഡ് വരെ. അതാണ് ഈ ഔട്ട്ലൈനിലും ഞാൻ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഡിഫിക്കൽട്ട് ആയ ഒരു ടാസ്ക് ആയാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലും ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നത് ഫിക്സ് ആവും, ഓഡിയൻസിന്റെ മൈൻഡിലും ഞാൻ എന്താ സംസാരിച്ചതെന്നും അവരുടെ മൈൻഡിലും ഫിക്സ് ആവും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ പോയിന്റ്സ് കാണുമ്പോഴേ ഈ പോയിന്റ്സിന്റെ അടിയിൽ ഞാൻ ഇതൊക്കെയാ ഞാൻ പറയണ്ടേ, അടുത്ത പോയിന്റ് ഞാൻ ഇങ്ങനെ, ഇത് ഞാൻ എൻ്റെ മെസ്സേജ് ഞാൻ പ്രോഗ്രസ് ചെയ്ത് ഞാൻ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സി ഇപ്പൊ എന്റെ മെസ്സേജിന്റെ ഒരു സ്ട്രക്ചർ കണ്ടോണേ. ഈ 3 പോയിന്റ് ആണ് ഇപ്പൊ എന്റെ ഒരു സ്ട്രക്ചർ. ഇപ്പൊ ഇതിന് എനിക്ക് ഈ 3 പോയിന്റിനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ സ്റ്റഡി തന്നെ എനിക്ക് എല്ലാം കിട്ടി. only thing ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് ഫോർമാറ്റ് ആയിട്ട് ഞാൻ എഴുതണം, അത്രേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി ദ ബോഡി. നെക്സ്റ്റ് സ്ലൈഡ്. Okay, so again beauty of the expository sermon. എനിക്ക് എല്ലാ സബ്സ്റ്റൻസ്, എനിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി സ്റ്റഡി ചെയ്തു. എനിക്ക് അതിന്റെ തീം കിട്ടി, ഞാൻ എങ്ങനെ ഈ മെസ്സേജ് കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ എനിക്ക് കിട്ടി. ഇത് എങ്ങനെ ഞാൻ എൻ്റെ ഓഡിയൻസിലോട്ട് ഫോക്കസ് ചെയ്യും എന്നുള്ളത് പർപ്പസ് എനിക്ക് കിട്ടി. ഔട്ട്ലൈനിങ് എനിക്ക് കിട്ടി. ഇപ്പൊ ഔട്ട്ലൈൻ എന്ന് എനിക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ എങ്ങനെ എൻ്റെ മെസ്സേജ് ചെയ്യും എന്നുള്ള ഐഡിയയും എനിക്ക് എക്സ്പോസിറ്ററി സെർമണിൽ നിന്ന് തന്നെ കിട്ടി. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സ്റ്റെപ്പ് 6ലാണ് ഇപ്പൊ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വരാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ 6ാമത്തെ സ്റ്റെപ്പിൽ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊണ്ടുവരുന്നത്? എനി ഐഡിയ? വൈ ആം ഐ ബ്രിങ്ങിങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഇൻ സ്റ്റെപ്പ് 6? ആരംഭവും ഉപസംഹാരവും കൺക്ലൂഷന് വേണ്ടി എന്താ പറയാ, തുടക്കത്തിലത്തെ കേസുകൾ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ മനസ്സിലായില്ലല്ലോ? സ്റ്റാർട്ടിങ് ഇപ്പൊ ഒരു മെസ്സേജ് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ മീൻസ് ഓഡിയൻസിനെ വിട്ടുപോകാണ്ടിരിക്കാൻ പഴയതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിക്ക് വേണ്ടിയിട്ടാണോ ഇൻട്രൊഡക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്?
അല്ല, ഞാൻ എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഞാൻ ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പം Okay. എന്തുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഈ 6ാമത്തെ സ്റ്റെപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്? Okay. ആക്ച്വലി സ്പീക്കിംഗ് ഇൻട്രൊഡക്ഷൻ ആദ്യമല്ലേ വരണ്ടേ? Okay. വൈ ആം ഐ ബ്രിങ്ങിങ് ഇറ്റ് ഹിയർ? എന്തുകൊണ്ട് ഞാൻ ഈ 6ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരുന്നത്? Okay. Introduction should be orient that audience to the particular theme, Okay. and conclusion also should be അവസാനം based വീണ്ടും on അവരെ that. Okay. അവസാനം വീണ്ടും അവരെ ഓർമ്മിപ്പിക്കാൻ ഓഡിയൻസിനെ. അത് ശരിയാണ്. പക്ഷെ എന്നാലും ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ എന്തുകൊണ്ട് ഇവിടെ എഴുതുന്നു? ഇവിടെ ഞാൻ അത് നമ്മള് ഫോക്കസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ കണ്ടന്റ് ബോഡി അത് കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം അത് That is exactly. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ആ ഒരു വേദഭാഗം എടുത്തപ്പോ തന്നെ ഇതിന്റെ ഡോമിനന്റ് തീം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ നേരെ സ്ട്രേറ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റത്തില്ല. ഈ സ്റ്റെപ്പ് എല്ലാം കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എങ്ങനെ ഈ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന്. സോ ഇത്രയും പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, എന്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ലവ് ഫോർ ദ വേൾഡ് എങ്ങനെ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് എനിക്ക് ആ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഈ സ്റ്റെപ്പിലാണ് വരേണ്ടത്. എനിക്ക് ആദ്യത്തെ ആ തീമും പർപ്പസും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മാറ്റി മറിക്കുന്നു എന്നുള്ള ഒരു വാക്കിന് അനുസരിച്ച് വേണം നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഏതെങ്കിലും ആൾക്കാരുടെ ലൈഫ് എങ്ങനെ മാറ്റി മറിഞ്ഞു എന്നുള്ള ഒരു ഉദാഹരണത്തോടെ ഒരു എക്സാമ്പിളോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റി മറിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തോടെ നമുക്ക് ഇൻട്രൊഡക്ഷൻസ് ചെയ്യാം. സോ സ്റ്റെപ്പ് 6ലാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഇപ്പോഴാണ് ആ സബ്ജക്ട് മനസ്സിലായത്, തീം മനസ്സിലായത്, എന്താണ് ഈ വചനത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായിക്കൊണ്ട് അതിന്റെ ഡോമിനന്റ് ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ എന്റെ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റെപ്പ് 6ലാണ് ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമ്മൾ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. Okay, so all the steps till now have helped us to get the material for the main body of the sermon. ഇതുവരെ എനിക്ക് മെയിൻ ആയിട്ടുള്ള ബോഡിനുള്ള മാറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യും, എങ്ങനെ ഞാൻ എൻ്റെ ആ സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ ഓഡിയൻസിലോട്ട് കൊടുക്കും, എങ്ങനെ ഞാൻ ഈ സബ്ജക്ട് കൺക്ലൂഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് ഈ സ്റ്റെപ്പ് 6ൽ. ഇൻട്രൊഡക്ഷൻ. A strong introduction is essential in any sermon as it has a major role in making the sermon an effective one. നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ആമുഖം എന്ന് പറയുന്ന കാര്യമാണ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാ. ഇപ്പൊ ഒരു സഭയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡിൽ പോകുന്ന ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഞാൻ എന്തുകൊണ്ട് ഇയാളുടെ പ്രസംഗം ഞാൻ കേൾക്കണം? വൈ ഷുഡ് ഐ ലിസൺ ടു ദിസ് മാൻ എന്നുള്ള ക്വസ്റ്റ്യനോടായിരിക്കും അവിടെ ഓഡിയൻസ് ഇരിക്കുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് എല്ലാം ഒരു ഡിഫറെന്റ് മെന്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എഫക്റ്റീവ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് യുവർ അറ്റൻഷൻ. സോ ടു മെയിൻറ്റെയിൻ ദി അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻട്രൊഡക്ഷൻ വന്ന് ഒത്തിരി സ്ട്രോങ് ആയിരിക്കണം. ചിലപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഇന്നത്തെ സിറ്റുവേഷനിലുള്ള ചില ഒരു ഇഷ്യൂ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും അവരെ നമ്മുടെ തീമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ ഇട്ടുകൊടുക്കണം. ഇട്ടുകൊടുത്ത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് യുവർ അറ്റൻഷൻ. സോ ഈ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഓഡിയൻസ് എന്താ പറയും, ഓക്കെ ഇതാണോ പുള്ളിക്കാരൻ സംസാരിക്കുക, അപ്പം ഒന്ന് ചെയ്യാം, ഞാൻ ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ഞാൻ ഒന്ന് കുത്തിയിരുന്നു, ഞാൻ ഒന്ന് കേൾക്കട്ടെ ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തോടെ അവിടെ ഇരിക്കും. സോ ഇൻട്രൊഡക്ഷൻ ആമുഖം എന്ന് പറയുന്ന ഒരു കാര്യം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആൻഡ് വി ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ്. ഇത് നല്ലോണം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെർമൺ ഫ്ലോപ്പ് ആയി പോകും. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ്.
Okay, the initial few moments of the introduction is very vital as it shapes the effect of the sermon. So നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ സെർമൺ ചെയ്യാൻ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ സ്റ്റൈൽ അനുസരിച്ചിരിക്കും നമ്മുടെ എഫക്റ്റ്, നമ്മുടെ സെർമന്റെ എഫക്റ്റ്. ഇപ്പം ഞങ്ങളുടെ മദ്രാസിലെ സഭയിൽ ഒരു എൽഡർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറെ സംസാരിക്കുന്ന ആളാ. കുറെ വിഷയമുണ്ട് പുള്ളിക്കാരന് പറയാൻ. പക്ഷെ എല്ലാ സമയത്തും പുള്ളിക്കാരൻ സംസാരിക്കാൻ വരും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വരുമ്പം പുള്ളിക്കാരൻ 40 മിനിറ്റ് സംസാരിക്കും. 40 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ, നൗ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഇൻട്രൊഡക്ഷൻ, ലെറ്റ് us go to the മെയിൻ മെസ്സേജ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് എ വെരി എന്താ പറയുന്ന ഒരു ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റേ അങ്ങ് ലൂസ് ആയി പോകും. 40 മിനിറ്റ് അപ്പൊ ഇയാൾ സംസാരിച്ചത് ഇൻട്രൊഡക്ഷൻ ആണോ? സോ ഉടനെ തന്നെ അവരുടെ മൈൻഡ് ഒന്ന് സ്വിച്ച് ഓഫ് ആവും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ലെങ്തി ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ആ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. സോ ലെങ്തി ഇൻട്രൊഡക്ഷൻ, നീണ്ട ഒരു ആമുഖം പാടില്ല. ക്രിയേറ്റിവിറ്റി യു ക്യാൻ യൂസ് എനി മെത്തേഡ്. ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ഓഡിയൻസിലോട്ട് കൊടുക്കുന്ന ആ ഒരു ഡെലിവറി ചെയ്യുന്ന ആ സമയത്ത് വി ക്യാൻ യൂസ് എനിവേ. അതൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒരു എന്താ പറഞ്ഞ ഒരു പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും കയ്യിൽ ഒരു സാധനം കൊണ്ടുപോയി അവിടെ നിന്നിട്ട് ഇത് എന്താണെന്നുള്ള ചോദിച്ചിട്ട് അത് അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാം. സോ യു ക്യാൻ go ahead and do anything you want to get the attention of the audience. So introduction ഒത്തിരി important ആണ്. Lengthy introduction ദയവായിട്ട് അത് omit. There should not be any lengthy introduction anytime. So next slide. Okay, conclusion, ഉപസംഹാരം. Okay. Too often a good sermon is ruined by a wandering finish. അത് നിങ്ങൾ ചിലപ്പം കേട്ട് കാണും. ചിലവര് ഈ പ്രസംഗം ചെയ്യുമ്പം അവർ എൻഡ് ചെയ്യുന്ന പോലെ വന്നിട്ട് പിന്നെയും ഒരു എക്സ്ട്രാ സംസാരിക്കും. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു തോട്ടും കൂടെ ഇടും. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഈ പുള്ളിക്കാരൻ നിർത്താൻ പോവാന്ന്, പക്ഷെ നിർത്തുന്നില്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ദേ ആർ മൾട്ടിപ്പിൾ കൺക്ലൂഷൻസ്, കുറെ കൺക്ലൂഷൻസ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടേ വരും. ദിസ് ഇസ് വെരി ഡിസ്ട്രാക്ടിങ്. ഇത് ഓഡിയൻസിനെ ഒത്തിരി ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ദ കൺക്ലൂഷൻ ദാറ്റ് ഇന്റഗ്രേറ്റ്സ് ദ വേരിയസ് സ്ട്രാൻഡ്സ് ഓഫ് തോട്ട്. നമ്മൾ ഇത്രയും സ്റ്റഡി ചെയ്ത് ഇത്രയും നമ്മൾ ആ പർപ്പസ് എല്ലാം കണ്ടുപിടിച്ച് ഡോമിനന്റ് ആയിട്ടുള്ള തോട്ട് എല്ലാം കണ്ടുപിടിച്ച് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് കൺക്ലൂഷൻ. സോ it's a very important step again. So introduction and conclusion ഒത്തിരി കെയർഫുൾ ആണ്. ബിക്കോസ് ഈ കൺക്ലൂഷനിലാണ് നമ്മൾ കുറെ ചാലഞ്ചസ് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറണം, എങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ലൈഫിനെ, ഇങ്ങനെ നമ്മൾ കുറെ ചാലഞ്ചസ് ഒരു അപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു സമയമാണ് ഈ കൺക്ലൂഷൻസ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് നമ്മൾ വെരി ഷോർട്ട്, ക്ലിയർ, സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ആൻഡ് നോ ന്യൂ മെറ്റീരിയൽസ് ഷുഡ് ബി ആഡഡ്. പുതിയ ഒരു സംഭവം ആ സമയത്ത് കേട്ടാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് വെരി കെയർഫുൾ ടു ബി മേക്ക് ഇറ്റ് വെരി പ്രിസൈസ്. ക്ലിയർ കട്ട് ആയിട്ടിരിക്കണം, ഷോർട്ട് ആയിട്ടിരിക്കണം, സ്പെസിഫിക് ആയിട്ടിരിക്കണം. പുതിയ മെറ്റീരിയൽ ഒന്നും അതിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. വാട്ട് ഇസ് സെഡ് ഇൻ ദ കൺക്ലൂഷൻ ഷുഡ് നോട്ട് ടേക്ക് ദി ഓഡിയൻസ് ഓഫ് ഇൻ ടു ന്യൂ അവന്യൂസ് ഓഫ് തോട്ട്. ഈ കൺക്ലൂഷൻ പറയുമ്പം നമ്മൾ എല്ലാം ബേസ് ചെയ്തത് പ്രധാനപ്പെട്ട ചിന്തയായിരിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒന്ന് വേറെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന്റെ ഫോക്കസ് തെറ്റിപ്പോകും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ ഈ 6th സ്റ്റെപ്പ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻട്രൊഡക്ഷൻ, ആമുഖം, മറ്റും ഉപസംഹാരം. നെക്സ്റ്റ് സ്ലൈഡ്. ഇതൊരു ചെറിയൊരു ഗ്രാഫ് ആണ്. നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം നമ്മുടെ സെർമൺ എങ്ങനെ ഇരിക്കണമെന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയ ഒരു സ്മോൾ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പോയിന്റ് നമ്പർ 1 അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലൈനിലുള്ള നമ്പർ 1 ഫസ്റ്റ് പോയിന്റ് നമ്മൾ പ്രസംഗിക്കുക. അത് ഡെവലപ്പ് ചെയ്ത് പോയിന്റ് നമ്പർ 2 പോവുക. അത് ഡെവലപ്പ് ചെയ്ത് 3 പോവുക. പിന്നെ 4 പോവുക. 4 പോകുമ്പോഴായിരിക്കും നമ്മുടെ മെസ്സേജിന്റെ ക്ലൈമാക്സ് എത്തുന്നത്.
അവൻ വിട്ടുപോയി എന്നുള്ളത് ആ ഒരു കാര്യം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് ദി ക്ലൈമാക്സ്. അപ്പം ഈ സ്റ്റെപ്പിൽ ഇൻട്രൊഡക്ഷൻ 0.1, 0.2, 0.3, 0.4 നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സ്പോസിഷൻ. നമ്മൾ ആ വേദഭാഗത്തിലുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. 0.1 നിന്ന് ബിൽഡപ്പ് ചെയ്ത് 2 പോയി, 0.3 പോയി, 0.4 പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം എക്സ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വേദഭാഗത്തിന്റെ മുഴുവൻ അർത്ഥം എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലിക്കേഷനിലോട്ട് പോകുന്നത്, നമ്മൾ താഴോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ റെസൊല്യൂഷൻ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരണം, എങ്ങനെ നമ്മൾ ഇത് സൂക്ഷിക്കണം, എങ്ങനെ നമ്മൾ ഇത് ഒത്തിരി കെയർഫുൾ ആയിട്ടിരിക്കണം എന്നുള്ള കാര്യമെല്ലാം അവിടെയാണ് വരുന്നത്. ആൻഡ് ഫൈനൽ ചാലഞ്ച് നമ്മൾ കൊടുക്കുന്നത് കൺക്ലൂഷനിലാണ്. സോ ദിസ് ഇസ് ഹൗ ഒരു സെർമൺ കാണണ്ടേ. നമ്മുടെ ഒരു സെർമൺ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയിന്റ് നമ്പർ 1, 2, 3, 4 പോയി നമ്മുടെ ക്ലൈമാക്സിന് വരെ ചെന്നിട്ട് അവിടുന്ന് താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സ്ലൈഡ് കൊണ്ട് കാണിച്ചേ. ഇത് ഈ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചിരിക്കുന്നത് നോക്കണം. ഞാൻ ബേസിക്കലി ഞാൻ ഈ കൺക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവർ കൺക്ലൂഡ് ചെയ്യുന്ന പോലെ വരും, പിന്നെ ഒരു പോയിന്റും കൂടെ ഇട്ടിട്ട് പിന്നെയും താഴോട്ട് പോയി കൺക്ലൂഷൻ ചെയ്യുന്ന പോലെ വരും. ഇറ്റ് ഈസ് നോട്ട് എ വെരി ഹെൽത്തി എക്സസൈസ്. ഇതൊരു നല്ല ഒരു ശീലമല്ല. ഇത് നമ്മുടെ ഓഡിയൻസിന്റെ അറ്റൻഷൻ അത് ഓഫായി പോകുന്ന ഉള്ള ഒരു സിറ്റുവേഷൻ. സോ നമ്മുടെ ഗ്രാഫ് എപ്പോഴും മേളിൽ പോയിട്ട് ഉടനെ തന്നെ താഴോട്ട് പോകുന്ന ഒരു സ്മൂത്ത് ആയിട്ട് താഴോട്ട് പോകുന്ന ഒരു ഗ്രാഫ് ആയിട്ടിരിക്കണം. പിന്നെയും പീക്കിലോട്ട് കയറ്റിയിട്ട് ഇറങ്ങാൻ പാടില്ല. സോ യു ഹാവ് ടു ബി ജസ്റ്റ് വെരി കെയർഫുൾ. 2-3 കൺക്ലൂഷൻസ്, മൾട്ടിപ്പിൾ കൺക്ലൂഷൻസ് നമ്മുടെ മെസ്സേജിൽ കാണാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ തീം ഒന്നാണ്, നമ്മുടെ സബ്ജക്ട് ഒന്നാണ്. ആ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ കൺക്ലൂഷനും വരണ്ടേ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇപ്പൊ നോക്കിയാണെ നമ്മുടെ മെസ്സേജിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ബിൽഡായി നോക്കിയാണെ. ഇൻട്രൊഡക്ഷൻ ഇട്ടു, കൺക്ലൂഷൻ ഇട്ടു, 3 പോയിന്റ് ഇട്ടു. അപ്പൊ എനിക്ക് എല്ലാ സബ്സ്റ്റൻസും കിട്ടി, ബോഡിക്കുള്ള സബ്സ്റ്റൻസും കിട്ടി, സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, ഓൾമോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി. സോ യു ക്യാൻ സീ ഹൗ ദ മെസ്സേജ് ഇസ് പ്രിപ്പയർഡ്. ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ കൂടെ ചേർത്തപ്പോൾ തന്നെ എന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ യു സി അഗൈൻ ഇവിടെ നോക്കിയാണെ എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. സബ്സ്റ്റൻസ് കിട്ടി, ഡയറക്ഷൻ, ഫോക്കസ്, സ്ട്രക്ചർ, ഔട്ട്ലൈനും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൂടി ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ മെസ്സേജിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഐ ജസ്റ്റ് ഷോ ഇറ്റ് വെരി ക്വിക്ലി ആൻഡ് ഐ വിൽ ഫിനിഷ് ഇറ്റ് ഓഫ്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഈ പടത്തിൽ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ എന്താ ചെയ്യുന്നത്? ഇൻഗ്രീഡിയൻസ് ആണോ? ഒരു ഡെക്കറേഷൻ പോലെ. ഡെക്കറേഷൻ. ഓക്കെ, സോ ഞാൻ ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് ചില ഡെക്കറേഷനുള്ള ചില കാര്യങ്ങളാണ്. ഒരു ഫൈനൽ ടച്ചസ്, ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ സെർമൺ ചെയ്യുമ്പം എങ്ങനെ നമ്മൾ കുറച്ചും കൂടെ നല്ലോണം ചെയ്യാം എന്നുള്ള ഒരു ഫൈനൽ ടച്ചസ് മാത്രമേ ഞാനിപ്പം പറയാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ അപ്ലിക്കേഷൻസ്. ജീവിതത്തിൽ പ്രായോഗികമായിട്ട് എങ്ങനെ ഇത് ഈ ഞാൻ പഠിച്ച ഒരു വിഷയം എങ്ങനെ കൊടുക്കാം, ഓഡിയൻസിന് കൊടുക്കാം എന്നുള്ളത്, നമ്മൾ എവിടെ ഇടണ്ടേ എന്നുള്ളത് ചിലപ്പോൾ ഡൗട്ട് വരാം. ചിലപ്പോൾ നമുക്ക് ഈ 4 ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ ഈ 4 ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാം. ജീവിതത്തെ പ്രായോഗത്തിന് എങ്ങനെ ഇത് സൂട്ടബിൾ ആണെന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോരോ പോയിന്റ് കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ചാണ്. ദർ ഇസ് നോ ഫിക്സ്ഡ് റൂൾ ഇല്ല. ഇത് ഈ അപ്ലിക്കേഷൻ എവിടെ കൊണ്ടുവരണ്ടേ എന്നുള്ളത് ഫിക്സ്ഡ് റൂൾ ഇല്ല. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം ഈ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓഡിയൻസിന് എങ്ങനെ പ്രായോഗികമായി ഇരിക്കും എന്നുള്ള കാര്യം നമ്മൾ എവിടെ കൊടുക്കണ്ടേ എന്നുള്ളത് ഇറ്റ് ഇസ് അപ് ടു യു. ബട്ട് അപ്ലിക്കേഷൻ ഈ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഡെഫിനറ്റ് ആയിട്ട് ഉണ്ട്. സോ ലാസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കൺക്ലൂഷന്റെ ജസ്റ്റ് മുമ്പ് തന്നെ എങ്ങനെ ഇത്രയും നമ്മൾ പഠിച്ച കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് പ്രയോഗമാകും എന്നുള്ള കാര്യം നമുക്ക് അവിടെയും പറയാം. അല്ലെങ്കിൽ ഓരോരോ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പ്രസംഗത്തിന് വേണമെങ്കിൽ ഒരു ടൈറ്റിലും കൊടുക്കാം.
അത് ചിലവർ ചെയ്യും, ചിലവർ ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഒഴിക്കാൻ എന്താണ് ഇയാളെ സംസാരിക്കാൻ പോകുന്നത്, വാട്ട് ഇസ് ഹി ഗോയിങ് ടു സ്പീക്ക് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവരുടെ മൈൻഡിലോട്ട് വരും. സോ ഇന്ന് ഞാൻ ഇതാണ് സംസാരിക്കാൻ പോകുന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വാക്യം നമ്മൾ അവിടെ ഒരു സെന്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വരത്തില്ല. പക്ഷെ കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു എന്താണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ടൈറ്റിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ക്യൂരിയസ് ടു നോ, ഓ എന്താണ് ഇയാൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് അപ് ടു യു. വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. പിന്നെ ഇലസ്ട്രേഷൻ. ഇലസ്ട്രേഷൻ മലയാളത്തിൽ എന്താ ചിത്രീകരണങ്ങൾ, കറക്റ്റ് ആണോ? ഉദാഹരണങ്ങൾ എന്ന് പറയാം. Okay, whatever it is. Okay, ഉദാഹരണങ്ങൾ. Okay, so good communicators like our Lord Jesus Christ are effectively use illustration. ഉദാഹരണങ്ങൾ നമ്മുടെ യേശുക്രിസ്തു കുറെ തന്നിട്ടുണ്ട്. ഓരോരോ കാര്യമോ അല്ലെങ്കിൽ ഓരോരോ ചിന്ത പറയുമ്പോൾ തന്നെ നല്ല ഒരു ഇലസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ പ്രസംഗം ചെയ്യുന്ന സമയത്ത് ചില പോയിന്റ്സ് നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൊടുക്കാം. സോ ദിസ് ഇസ് അഗെയിൻ അപ് ടു യു. സോ ചിലപ്പം നമ്മൾ ഈ പറയുന്ന ഉദാഹരണം കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവണം, നമ്മുടെ സബ്ജക്ട് മാറ്റർ നമ്മുടെ തീമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കണം നമ്മൾ കൊടുക്കാൻ പറ്റും. സോ യു ഷുഡ് യൂസ് യുവർ ഓൺ ഡിസേൺമെന്റ്. നമ്മുടെ ഒരു മൈൻഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് നേരത്തിൽ കറക്റ്റ് സ്ഥലത്തായിരിക്കണം അത് നമ്മൾ ആ ഇലസ്ട്രേഷൻ യൂസ് ചെയ്യേണ്ടത്. ചിലവരാണെങ്കിൽ കുറെ ഇലസ്ട്രേഷൻസ് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിനുള്ള ഇമ്പോർട്ടൻസ് അത് ഒത്തിരി അങ്ങ് താണുപോകും. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഇലസ്ട്രേഷൻസ് ഹൈലൈറ്റ് ആകാൻ പാടില്ല. ഇലസ്ട്രേഷൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ, ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സത്യം നമ്മൾ പറയാൻ ഇച്ചിരി ഒരു ടഫായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിട്ടാണ് നമ്മൾ ഈ ഇലസ്ട്രേഷൻ ചെയ്യുന്നത്. എല്ലായിടത്തും ചുമ്മാ ഇലസ്ട്രേഷൻസ് കൊടുത്ത് തമാശ അടിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് കുറഞ്ഞു പോകും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് എഴുതണം. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ ഒരു സബ്ജക്ട് ഞാൻ പഠിപ്പിക്കും ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടാണ് എനിക്ക് കുറെ ചാലഞ്ചസ് വരുന്നത്. എന്താ സാറേ എഴുതാൻ പറയുന്നത്, പരിശുദ്ധാത്മാ ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സംസാരിക്കുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ എഴുതണ്ടേന്നുള്ള ഒരു കാര്യം വരും. ഞാൻ തർക്കിക്കാൻ പോകുന്നില്ല. ഡെഫിനറ്റ് ആയിട്ട് ദർ ആർ പീപ്പിൾ, ചിലർക്ക് അതിന്റെ കഴിവുണ്ട്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കുറെ ആയിട്ട് ദൈവം കൊടുക്കും. അതിൽ ഞാൻ അത് തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പം ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒത്തിരി ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എന്താന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റിമുലേറ്റ് അവർ തിങ്കിങ്. നമ്മൾ എഴുതി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ പോരായ്മ അല്ലെങ്കിൽ ലാക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓഹോ, ഞാൻ ശരിക്കും ഞാൻ എംഫസിസ് കൊടുത്തില്ലല്ലോ, ഞാൻ ഇവിടെ ആണല്ലോ ഞാൻ എവിടെ ഇലസ്ട്രേഷൻ കൊടുക്കണ്ടേ, ഞാൻ അവിടെ അത് ആ പോയിന്റ് ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ടൈം എടുക്കണമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എഴുതി കഴിയുമ്പോഴായിരിക്കും. ഞാൻ ഫുൾ സെർമൺ ഞാൻ ഇൻട്രൊഡക്ഷൻ തൊട്ട് കൺക്ലൂഷൻ വരെ ഞാൻ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ ആരെങ്കിലും എന്നെ വിളിക്കുക, ബ്രദറെ 40 മിനിറ്റിന് ഒരു സെർമൺ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ഈ 40 മിനിറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. സോ ദിസ് ഇസ് ഗോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഞാൻ ഒരു മെസ്സേജ് ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ആയിരിക്കും. ഇത് മേ ബി ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുത്ത് ചെയ്താൽ ഇറ്റ് ബി വെരി ഹെൽപ്ഫുൾ. എനിക്ക് എഴുതിയ ആ മാറ്റർ ഞാൻ വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്റെ തോട്ട് പ്രോഗ്രസ് ആയി പോകുന്നുണ്ടോ, ഇത് ഒരേ ഡയറക്ഷനിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ഡീവിയേറ്റ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, എത്രമാത്രം ഞാൻ എഴുതി ഞാൻ ഫിക്സ് ചെയ്യുന്നു മെസ്സേജ്, ആ എഴുതിയ കാര്യങ്ങൾ എന്റെ മൈൻഡിൽ ഡെഫിനറ്റ് ആയിട്ട് നിൽക്കും. ഞാൻ എന്റെ മാനുസ്ക്രിപ്റ്റും വെച്ച് ഞാൻ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് മനസ്സിലാവും അടുത്തത് ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് എനിക്കൊരു മനസ്സിലാവും. സോ ദിസ് വിൽ ഡു എ ലോട്ട് ഓഫ് ഹെൽപ്പ്. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം, ഈ എഴുതുന്നതുകൊണ്ട് വി ആർ നോട്ട് മിനിമൈസിങ് ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബിക്കോസ് നമ്മൾ എഴുതുമ്പം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്നിട്ടാണ് നമുക്ക് ഈ ചിന്തകളെല്ലാം തരുന്നത്.
So we are not writing with our own effort. We are also depending on the Spirit and writing the manuscript. So you definitely write a script. It will really help you. നമുക്ക് സമയം എത്ര ആവും, ഞാൻ എവിടാണ് ഞാൻ എൻ്റെ മെസ്സേജിൽ ഇച്ചിരി വീക്കായിട്ടുള്ളത്, എവിടെ ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്, എവിടാണ് ഞാൻ കുറെ ഇലസ്ട്രേഷൻസ് യൂസ് ചെയ്യേണ്ടത്, എൻ്റെ മെസ്സേജിൽ കുറച്ച് ക്ലൈമാക്സ് ഉണ്ടോ, എൻ്റെ കൺക്ലൂഷൻ കൂടിപ്പോയോ, അല്ലെങ്കിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒത്തിരി ആയിപ്പോയോ, ഇതെല്ലാം എനിക്ക് കണക്ട് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഈ മാനുസ്ക്രിപ്റ്റ്. ബട്ട് എവറി ടൈം ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഹോളി സ്പിരിറ്റ് ഇസ് ഡെഫിനറ്റ്ലി വിത്ത് മീ ആൻഡ് ഹി വിൽ ഹെൽപ്പ് മീ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഇത് കണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് എൻ്റെ സെർമണിന് വേണ്ടിയ എല്ലാ കാര്യവും എൻ്റെ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടും. ഇൻട്രൊഡക്ഷൻ എനിക്ക് അവിടുന്ന് കിട്ടി, എനിക്ക് കൺക്ലൂഷൻ എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ കൺക്ലൂഡ് ചെയ്യേണ്ടത്, എനിക്ക് ഔട്ട്ലൈൻ കിട്ടി, പർപ്പസ് കിട്ടി, തീം കിട്ടി, സെർമൺ കണ്ടന്റ് കിട്ടി, ആപ്ലിക്കേഷൻസും കിട്ടി. So I got direction, I got focus, I got structure, I got substance. Everything is given to me when I study and when I do an expository sermon. Okay, last 2 സ്ലൈഡും കൂടെ ഉണ്ട്, അതോടെ നമ്മൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് കൺസോളിഡേറ്റഡ് സ്റ്റെപ്പ്. സെലക്ടിങ്, സ്റ്റഡിങ്, ഐഡന്റിഫൈങ് ഡോമിനന്റ് തോട്ട്, പർപ്പസ് കണ്ടുപിടിക്കുക, ഔട്ട്ലൈൻ ചെയ്യുക, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ ചേർക്കുക. അത് മാത്രമല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻസ്, തീം അല്ലെങ്കിൽ ഇലസ്ട്രേഷൻസ്, മാനുസ്ക്രിപ്റ്റ് എഴുതുക. ഇതാണ് പ്രോസസ്. നെക്സ്റ്റ് സ്ലൈഡ്. Okay, a great sermon isn't an accident. ഒരു വലിയ പ്രസംഗം ആകസ്മികമായി രൂപപ്പെട്ടതല്ല. it will not come just like that. ഒരു ഗ്രേറ്റ് സെർമൺ, ഒരു നല്ല ഒരു സെർമണ് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോം ആവത്തില്ല. നമ്മൾ കുറച്ച് ജോലി ചെയ്യണം, നമ്മൾ കുറെ ടഫായിട്ട് നമ്മൾ സമയം ചെലവഴിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞെങ്കിലേ നമുക്ക് ഒരു സെർമൺ കിട്ടുള്ളൂ. നെക്സ്റ്റ്. Poor preparation prevents poor preaching. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ശരിയായ തയ്യാറെടുപ്പ് മോശമായ പ്രസംഗത്തെ തടയുന്നു. ഓക്കെ, സോ ദ മോർ ആൻഡ് മോർ നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യുന്നോ അത് നമ്മുടെ പ്രസംഗത്തിൽ അതിന്റെ എഫക്ട് നമുക്ക് തീർച്ചയായിട്ടും കാണും. ഇറ്റ് വിൽ നെവർ ബി എ പുവർ പ്രീച്ചിങ്, ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ പ്രീച്ചിങ്. സോ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സബ്ജക്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബ്രദർ എത്ര നേരം എടുക്കും ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ? ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണ്ട, എൻ്റെ ലൈഫിലുള്ള കാര്യം ഞാൻ പറയുവാണ്. എനിക്കാണെങ്കിൽ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മിനിമം 6 to 10 days എടുക്കും. അതുകൊണ്ട് എല്ലാവരും എന്നെ വിളിക്കില്ല. ഓക്കെ, അത് മാത്രമല്ല, ആരെങ്കിലും എൻ്റെ അടുത്ത് ബ്രദറെ നാളെ ഇത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിക്കത്തില്ല. ബിക്കോസ് ഐ നീഡ് ടൈം, ബിക്കോസ് ഐ ആം ഹാൻഡ്ലിങ് ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോവാൻ പാടില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസിന് വേറെ വിഷയം പോയി ചേരാൻ പാടില്ല. ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നോ അത് തന്നെ പോയി ചേരണം. സോ അതുകൊണ്ട് ഐ വിൽ ടേക്ക് മൈ ഓൺ ടൈം ടു പ്രിപ്പയർ. I will definitely make sure that I am clear in everything what I present. So I want you to also make sure we don't take the Bible very lightly. It is God's word. ദൈവം എന്താണ് ഒരു ഉദ്ദേശത്തോടെ നമുക്ക് ഈ എഴുതി തന്നിരിക്കുന്നത്, ആ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നമ്മൾ ദൈവജനത്തോട് നമ്മൾ പ്രസംഗിക്കണം. ഓക്കെ, താങ്ക് യു. ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് സൺഡേ ഒരു സെഷനും കൂടെ എടുക്കും. ആ സെഷനിൽ ഈ ഡെലിവറി പാർട്ട് എങ്ങനെ ചെയ്യണം, അതിൽ എന്തൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് മേ ബി വി ക്യാൻ ഗോ ഫോർ എ പ്രാക്ടിക്കൽ സെഷൻ വേർ എവറിബഡി ക്യാൻ കം പ്രീച്ച്. എല്ലാവർക്കും പ്രീച്ച് ചെയ്യാനുള്ള സന്ദർഭം കൊടുക്കാം. താങ്ക് യു.